നമസ്കാരം, ഫണ്ണി ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഉഴുന്നിനെ കുറിച്ചാണ്. മലയാളികളുടെ ആരോഗ്യശീലത്തിലുള്ള വലിയൊരു സ്ഥാനമാണ് ഉഴുന്നിനുള്ളത്. ദോശ, ഇഡ്ഡലി, ഉഴുന്നുവട മുതലായവയിൽ വലിയൊരു പങ്കും ഉഴുന്നിനാണുള്ളത്. കൂടാതെ ഉഴുന്ന് ഉപയോഗിക്കുന്നതിനുള്ള ദൂഷ്യവശം എന്ന് പറഞ്ഞാൽ കഫത്തെ വർദ്ധിപ്പിക്കും. ഉഴുന്നിൽ എന്തൊക്കെ 100 ഗ്രാം ഉഴുന്നിൽ അടങ്ങിയിരിക്കുന്ന ശരാശരി പോഷക മൂല്യം എന്തൊക്കെയാണ്? മാംസ്യം 24 മില്ലിഗ്രാം അടങ്ങിയിരിക്കുന്നു. വിറ്റാമിൻ എ 4 ഗ്രാം അടങ്ങിയിരിക്കുന്നു. കാൽസ്യം 15.4 മില്ലിഗ്രാം അടങ്ങിയിരിക്കുന്നു. ഇരുമ്പ് 9.1 മില്ലിഗ്രാം. തയാമിൻ 0.45 മില്ലിഗ്രാം. റിബോഫ്ലോറിൻ 0.25 മില്ലിഗ്രാം. നിയോസിൻ 2 മില്ലിഗ്രാം. ഊർജ്ജം, അതായത് എനർജി 380 കിലോഗ്രാം. ബാക്കി ഉഴുന്നിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദക്ഷിണേന്ത്യൻ ഭക്ഷണത്തിലെ പ്രത്യേകിച്ച് ഇഡ്ഡലി, ദോശ, വട എന്നിവയിലെ പ്രധാന ചേരുവയായ അതും പോഷക സമൃദ്ധമായ പയർവർഗ്ഗത്തിൽപ്പെട്ട ഇനമാണ് ഉഴുന്ന്. പ്രോട്ടീൻ, ഫൈബർ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ഉഴുന്ന്. ഇത് ദഹനം മെച്ചപ്പെടുത്തുന്നതിനും പേശികളുടെ ബലത്തിനും ഉത്തമമാണ്. കൂടാതെ ആയുർവേദത്തിലും ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് ഉഴുന്ന്. ശരീരത്തിന് ഇത് ഉപയോഗിക്കുന്നത് മൂലം വളരെയധികം ഊർജ്ജം ലഭിക്കുന്നു. ഉഴുന്നിനെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഔഷധ ഗുണങ്ങൾ ഉഴുന്നിൻ്റെ എന്തൊക്കെയാണെന്ന് നോക്കാം. ആരോഗ്യ ഗുണങ്ങൾ എന്താണ്? ഉയർന്ന പ്രോട്ടീൻ ഉള്ളടക്കം കാരണം സസ്യാഹാരികൾക്ക് മികച്ചത്. മലബന്ധം, പിന്നെ കൂടാതെ ഇത് ഉപയോഗിക്കുന്ന മൂലമുള്ള ഗുണങ്ങൾ, ആരോഗ്യ ഗുണങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മലബന്ധം മാറ്റാൻ, പിന്നെ മുടിയുടേത് ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വളരെ നല്ലതാണ്. എല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു. ഈ ഉഴുന്നുകൊണ്ടുള്ള ഉപയോഗങ്ങൾ നമുക്ക് പിന്നെ പൊതുവെ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. പ്രധാനമായി ഇഡ്ഡലി, ദോശ, ഉഴുന്നുവട, പിന്നെ ദാൽ മഖിനി, അതൊക്കെ നമ്മളൊക്കെ പുറത്ത് ഗുജറാത്ത് വലിയ രാജ്യങ്ങളിലൊക്കെ അതുപോലെയൊക്കെയാണ് ഉണ്ടാക്കുന്ന ഭക്ഷണമാണത്. എന്നിവ മുതലായവ നമ്മളിപ്പോൾ പറഞ്ഞവ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഉഴുന്ന് ഉപയോഗിക്കുന്നത് മൂലം, അല്ലെങ്കിൽ വളരെയധികം ഉഴുന്ന് ഉപയോഗിക്കുന്ന മൂലമുള്ള ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, അധികമായാൽ ഗ്യാസ് പ്രശ്നത്തിന് കാരണമാകുന്നു. വൃക്കയുടെ രോഗങ്ങളുള്ളവർക്ക് മിതമായ അളവിൽ ഉപയോഗിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പലവിധ രോഗങ്ങളും പല രീതിക്ക് വൃക്കയ്ക്ക് ദൂഷ്യവശമായി ബാധിക്കുന്നു. ഉഴുന്നിൻ്റെ പ്രത്യേകതയിൽ വിക്കിപീഡിയയിലുള്ള പഠനം പറയുന്നത്, ഇത് വിഗ്നാമുങ്കോ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പയർവർഗ്ഗമാണ്. ഉഴുന്ന് ചേർന്നുണ്ടാകുന്ന ഭക്ഷണത്തിൽ ഇഞ്ചി, കായം മുതലായവ ചേർക്കുന്നത് അതായത് നമ്മൾ ഉഴുന്നുവട, ദോശ ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് മൂലം ഇതിനകത്തുനിന്ന് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ, നല്ല രീതിക്ക് ഈ ഭക്ഷണം ദഹിക്കുന്നതിന് വേണ്ടി ഇഞ്ചിയോ കായമൊക്കെ ചേർക്കുന്നത് ദഹനത്തിന് വളരെ നല്ലതാണ്. ഔഷധമൂല്യം: വാതകോപത്തെ ശമിപ്പിക്കുന്നു. കൂടാതെ ശരീരത്തിന് ഉള്ളിൽ നമ്മളെ തണുപ്പിക്കുന്നു. വണ്ണം വെക്കുന്നതിന് സഹായിക്കുന്നു. ഉഴുന്ന് കഴിക്കുന്നത് പോലെ, അതായത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന പോലെ വണ്ണം വെക്കുന്നതിന് സഹായിക്കുന്നു. ആയുർവേദ വിധി പ്രകാരം പിത്തം, രക്തദൂഷ്യം, ക്ഷയം, ജ്വരം, ചുമ എന്നീ അസുഖങ്ങളെ തടയുന്നു. കൂടാതെ ഉഴുന്ന് മണ്ണിലെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇതിനാൽ ഉഴുന്ന് ഇടവിളയായി കൃഷി ചെയ്തു വരുന്നതായിട്ടും നമുക്കറിയാം. ക്രിസ്തുവിന് മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിച്ചു വന്നൊരു ഭക്ഷ്യവസ്തുവാണ് ഉഴുന്ന് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പാരമ്പര്യമായി ഗർഭിണികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി വരുന്ന ഒന്നാണ് ഉഴുന്ന്. ധാരാളം പ്രോട്ടീന്, അയണ്, നാരുകൾ, ഊർജ്ജം, ഫോളിക് ആസിഡ് മുതലായവ ഉള്ളതിനാൽ കുട്ടികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഒപ്പം അമ്മമാരുടെ ആരോഗ്യത്തിനും ഉഴുന്ന് വളരെയധികം ഉത്തമമാണ്. ഫാറ്റ്, കൊളസ്ട്രോൾ കുറവായതിനാലും ഉഴുന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വളരെയധികം ഉത്തമമാണ്. പ്രോട്ടീനും ഊർജ്ജവും ഉള്ളതുകൊണ്ട് തന്നെ ശാരീരിക വളർച്ചയ്ക്കും മസിലുകളുടെ വളർച്ചയ്ക്കും വളരെയധികം സഹായിക്കുന്നു ഉഴുന്ന്. കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവ ഉള്ളതിനാൽ പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിന് ഉഴുന്ന് അടങ്ങിയ ഭക്ഷണം സഹായിക്കുന്നു. കൂടാതെ ഈ ഉഴുന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം രോഗപ്രതിരോധ ശേഷി വളരെയധികം കൂട്ടുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഈ കാരണങ്ങൾ തന്നെ പ്രായമായവർ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ അവരുടെ ഭക്ഷണത്തിൽ ക്രമാതീതമായി ഉൾപ്പെടുത്തണമെന്ന് കൂടുതലും മുതലായവയാണ് ഉഴുന്നിനെ കുറിച്ചുള്ള വിവരങ്ങൾ.
എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.